ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു തട്ടുകട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അടിപൊളി നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത്. ബഹ്റൈനിൽ ജുഫൈർ ബീച്ചിലാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ എന്തായാലും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം, നമ്മളെല്ലാവരും ഒരു പരിപാടി ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടെയാണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു രാഹുൽ ബാബുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ടൈമിൽ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ഇച്ചിരി ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ലാത്തൊരു ഫുഡാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. എന്തു പറഞ്ഞാലും അടിപൊളി ഫുഡാണ്. അവരെ ഒരു പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവരുടെ. അത്രക്കും നല്ല ഫുഡാണ്. ഒന്നും പറയാൻ ഇതില്ല. രാമശ്ശേരി ഇഡ്ഡലി അതൊന്നും ഇവിടെ എവിടെയും കിട്ടത്തില്ല. ബഹ്റൈനിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലിയും അങ്ങനെ പറയണത്. അപ്പോൾ അവിടെ അതുണ്ടായിരുന്നു. പിന്നെ ബീഫ് പുട്ട്, അവരുടെ ഏറ്റവും ഫേവറേറ്റ് എന്താണെന്ന് വെച്ചാൽ കപ്പ ബിരിയാണി ഒരു വേറൊരു സ്റ്റൈലിലാണ് അവിടെ വെക്കണത്. എല്ലാ ഫുഡും ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പ ബിരിയാണിയും അതുപോലെ പറഞ്ഞൊരു ഇഡ്ഡലിയാണ്. സൂപ്പർ ഫുഡായിരുന്നു. ഒന്നും പറയാൻ വേറൊരു വാക്കില്ല അതിന്. അത് കുറച്ച് പേര് പറയുന്നുണ്ട്. ഈ പ്രകൃതിയുടെ ഒരു ഇതുണ്ടല്ലോ മോളെ, അതൊരു നാച്ചുറലി നമുക്ക് ഇരുന്ന് കഴിക്കാം, കാറ്റൊക്കെ കൊണ്ടിട്ട് അതൊരു നമ്മുടെ നാട്ടിലൊരു ഫീലിങ്. അത് നല്ല വെറൈറ്റി, അത്യാവശ്യം വെറൈറ്റി ഫുഡുകളാണ്. ദോശയും ചമ്മന്തിക്കറിയൊക്കെ നാട്ടിൽ അതേ ടേസ്റ്റ്, സൂപ്പർ. ആ ഒരു ഭയങ്കര ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് പറഞ്ഞാലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പം നമ്മൾ വീക്കെൻഡിൽ അല്ലെങ്കിലും അല്ലാത്ത സമയത്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത് കേട്ടോ. എവിടെയും പോവാത്തൊരു സ്ഥലത്ത് പോകാൻ നമ്മൾ ആദ്യമേ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങ് വെച്ച് പിടിച്ചത് കേട്ടോ. പക്ഷേ ഫുഡെല്ലാം ഓക്കെയാണ്. കുറച്ചൊരു അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇച്ചിരി ഒരു 10 മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരുന്നു. എന്നാലും കുഴപ്പമില്ല. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, അതല്ലേ നല്ലത്. നല്ല ഫുഡാണ്. കപ്പ ബിരിയാണിയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. ഇവിടുത്തെ ഒരു വെറൈറ്റിയാണ് കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി ആയിരുന്നു. അത് നല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ വിത്ത് ബീഫ് സ്റ്റൂ. എന്തായാലും കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.